വല്ലാത്ത വൈകാരികമായ ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മലയാളത്തിലെ ഒരു മഹാസംവിധായകൻ നമ്മുടെ മുഖ്യധാര സിനിമകളെയും ശുദ്ധ കലാസിനിമകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ രണ്ടിനും മധ്യത്തിൽ ഒരു മധ്യധാരാ സിനിമയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാണിച്ചു തന്ന മലയാളികളെ തീവ്രമായ അനുഭവം നൽകുന്ന സിനിമകൾ സമ്മാനിച്ച മഹാനായ ലെനിൻ രാജേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഒരു പുരസ്കാരമാണ് ഇന്ന് ഈ കലാനിധിയുടെ ഈ വേദിയിൽ ഇന്നത് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. അത് നൽകിയതോ മലയാളത്തിൻ്റെ ഇതിഹാസം. എന്താണ് മധുസാറിനെ കുറിച്ച് വിശേഷിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. മലയാള സിനിമയുടെ നാൾവഴികളിൽ ഏറ്റവും നിർണായകമായ സിനിമകളിലെല്ലാം നായക പദവി അലങ്കരിച്ച മലയാള സിനിമയുടെ എല്ലാ മേഖലയിലും, അത് സംവിധാനമായിക്കോട്ടെ, അഭിനയമായിക്കോട്ടെ, നിർമ്മാണമായിക്കോട്ടെ, സ്റ്റുഡിയോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സിനിമയുടെ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അപൂർവ പ്രതിഭ. അദ്ദേഹം മുഖ്യധാരാ സിനിമകളിലും ഒപ്പം നമ്മുടെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ ശുദ്ധകലാ സിനിമയിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ വലിയ സാന്നിധ്യം അടയാളപ്പെടുത്തുകയും മലയാള സിനിമയെ, ഒരുപക്ഷെ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ ലോക നിലവാരത്തിൽ ഇന്നും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ്. ആ സിനിമയിലെ നായകൻ ചെമ്മീനിൻ്റെ 60-ാം വർഷം ഇപ്പോൾ നമ്മൾ വളരെ സമുചിതമായി ആഘോഷിച്ച സമയം കൂടിയാണ്. അപ്പം ഇങ്ങനെയൊരു മഹാപ്രതിഭ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ പറ്റുന്നത് ഒരു വലിയൊരു പുണ്യമാണ്, ഒരു വലിയ സൗഭാഗ്യമാണ്. ആ മഹാപ്രതിഭയിൽ നിന്ന്, മഹാകലാകാരനിൽ നിന്ന് പത്മശ്രീ ഒന്നും അദ്ദേഹത്തിന് അതൊരു അലങ്കാരമല്ല. അതിലൊക്കെ എത്രയോ മേലെ, എത്രയോ വലിയ പുരസ്കാരങ്ങൾക്ക് അർഹമായ മധുസാർ, അദ്ദേഹത്തിൽ നിന്നിങ്ങനെ ഒരു പുരസ്കാരം, അതും മറ്റൊരു മഹാനായ ഒരു ചലച്ചിത്ര പ്രതിഭയുടെ പേരിലുള്ള പുരസ്കാരം, അത് ഏറ്റുവാങ്ങാൻ പറ്റിയത് ഏറ്റവും വലിയ ധന്യമാർന്ന നിമിഷമാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനകരം ആയ കാര്യം, ഇങ്ങനെയൊരു കാര്യം ഗീത ശശി അവതരിപ്പിച്ചപ്പോൾ മധുസാറാണ് നിർദ്ദേശിച്ചത് ഈ പുരസ്കാരം പ്രേംകുമാറിന് കൊടുക്കുന്നു. അതെനിക്ക് ഈ അവാർഡ് കിട്ടിയതിലും ഏറ്റവും അപ്പുറമായിട്ടുള്ള മറ്റൊരു വലിയ അവാർഡാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മധുസാർ നമ്മുടെ സിനിമയുടെ ഏറ്റവും ഒരു ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ള ഏറ്റവും വലിയൊരു ഇതിഹാസ ഒരു പ്രതിഭ. അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു പേരെന്ന് പറയുമ്പോൾ അതെനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് കാണുകയാണ്. ഞാൻ സാറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണ് ഏറ്റവും ഡിസർവിങ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതൊക്കെ എനിക്ക് ഏറ്റവും ഒരു അഭിമാനത്തിൻ്റെയും സന്തോഷത്തെ, അതാണ് ഞാൻ പറയുന്നത്, ഒരു ഏറ്റവും വൈകാരികമായ ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു പുരസ്കാരം മലയാളത്തിലെ എല്ലാ സിനിമാ പ്രവർത്തകർക്കും, അത് മലയാള സിനിമ എന്ന് പറയുന്ന താരങ്ങളുടെ മാത്രമല്ല, പ്രൊഡക്ഷൻ ബോയ് മുതൽ ഏറ്റവും വലിയ നിർമ്മാതാക്കൾ വരെയുള്ള എല്ലാ സാങ്കേതിക വിദഗ്ധരും, സംവിധായകരും, തിരക്കഥാകൃത്തും തുടങ്ങിയ എല്ലാവർക്കും ആയി ഈ പുരസ്കാരം സമർപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് വാങ്ങാൻ പറ്റിയത് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളാണ്. കലാനിധി ഏർപ്പെടുത്തിയ പ്രഥമ ലെനിൻ രാജേന്ദ്ര സ്മൃതി പുരസ്കാരം ശ്രീ പ്രേംകുമാർ സാറിന് സിനിമാ തറവാട്ടിലെ കാരണവരായ പത്മശ്രീ മധുസാർ സമ്മാനിക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ഞങ്ങളുടെ എല്ലാം പ്രിയ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഹൃദയഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് സാറിന് 25,000 രൂപയും പ്രസിദ്ധി പത്രവും ഫലകവും നൽകുന്ന ചടങ്ങാണ്. കലാനിധിയുടെ മുൻ പ്രസിഡന്റായിരുന്നു ലെനിൻ രാജേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കലാനിധി ഈ എളിയ ആഗ്രഹം പ്രേംകുമാർ സാറിന് നൽകുന്നു.